ഈശ്വംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം വായിക്കുന്ന കുടുംബ ദർശനങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ കുടുംബ ദർശനങ്ങളെ പറ്റിയുള്ള ചിന്തകളായിരുന്നു. അപ്രകാരം നാം കഴിഞ്ഞ പ്രഭാഷണത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിൽ പരാമർശിക്കുന്ന കുടുംബ പ്രതിപാദ്യങ്ങളെ നാം കാണുകയുണ്ടായി. ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവസാന ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തിലെ ചില ചിന്തകളാണ് പങ്കുവയ്ക്കുക. ഒരുപക്ഷെ വെളിപാട് ഗ്രന്ഥത്തിൽ കുടുംബങ്ങളെ പറ്റിയുള്ള നേരിട്ടുള്ള പരാമർശങ്ങളൊന്നും നാം കാണുന്നില്ലെങ്കിലും ചില കുടുംബ ചിത്രങ്ങൾ അവിടെ നിന്ന് നമുക്ക് വായിക്കാനാവും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ തങ്ങൾക്ക് ലഭിക്കാവുന്ന നിത്യഭാഗ്യത്തിൻ്റെ സൂചനകൾ നൽകുമ്പോൾ അത് തീർച്ചയായും സഭയിൽ പ്രതിഫലിക്കുന്നതോടൊപ്പം തന്നെ സഭയുടെ ഏറ്റവും ചെറിയ ഘടകമായ കുടുംബത്തിൽ നന്നായി പ്രതിഫലിക്കുന്നത് കാണാം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പോലും കുടുംബത്തിൻ്റെ ഭാഷയിലാണ് രക്ഷാകര ദൗത്യത്തെ, രക്ഷാകര രഹസ്യത്തെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസവും വാക്കും പ്രവൃത്തിയും ഏറ്റുപറയുന്നത് വഴി പീഡനത്തിനിരയാകുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ചേതോഹരമായ പ്രതിഫലം എന്താണെന്ന് ഇവിടെ വരച്ചു കാട്ടുന്നതോടൊപ്പം ഒരു ക്രിസ്തു വിശ്വാസി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വിശ്വസ്തരാകുന്നതിൻ്റെ പേരിൽ ഏൽക്കുന്ന പീഡനങ്ങളും അവഹേളനങ്ങളും നിന്ദനങ്ങളും ക്രൂരമായ ആക്രമണങ്ങൾക്കുമൊക്കെ മുന്നിൽ എപ്രകാരമാണ് വിജയം വരിക്കുക, വിജയം സുനിശ്ചിതമാണെന്നും അപ്രകാരം വിജയം വരിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ദൈവികമായ പ്രതിഫലം എന്താണെന്നും ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെടുമ്പോൾ സഹനത്തിൽ പങ്കുകാരായിക്കൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് വളരുവാനും അപ്രകാരം കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഹ്വാനം ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നുണ്ട്. ശാസനയും താക്കീതും പ്രോത്സാഹനവും വാഗ്ദാനവും വഴി വിശ്വാസികളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള കഠിനമായ പോരാട്ടത്തിൻ്റെ ചില ചിത്രങ്ങളാണ്. ഒരുപക്ഷെ വെളിപാടിൻ്റെ ഗ്രന്ഥം എഴുതിയ കാലത്ത് റോമാ സാമ്രാജ്യം എന്ന തിന്മയുടെ ശക്തിക്കെതിരായിട്ടായിരുന്നു പോരാട്ടമെങ്കിൽ ഓരോ കാലഘട്ടത്തിലും സഭയെയും സഭയിലെ കുടുംബങ്ങളെയും തകർക്കുന്ന വ്യത്യസ്തങ്ങളായ തിന്മകളുടെ രൂപവും ഭാവവും മാറി മാറി വരുമെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇപ്രകാരം ഓരോ ക്രിസ്തു വിശ്വാസിയും എന്ന് പറയുമ്പോൾ ഓരോ ക്രിസ്തീയ കുടുംബവും എപ്പോഴും ആക്രമണത്തിന് വിധേയരാകപ്പെടുമെന്നും അതിൻ്റെ മുമ്പിൽ എപ്രകാരം നിലപാടെടുക്കണമെന്നുമൊക്കെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായിലൂടെ വെളിപാട് ഗ്രന്ഥത്തിലൂടെ ഓരോ വിശ്വാസിയോടും ഓരോ കുടുംബത്തോടും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രതിപാദിക്കുന്ന ദിവ്യ കുഞ്ഞാടിൻ്റെയും അതോടൊപ്പം പ്രതിപാദിപ്പിക്കപ്പെടുന്ന ദുഷ്ടമൃഗത്തിൻ്റെയും വ്യത്യസ്തങ്ങളായ ഭാവം അവതരിപ്പിക്കപ്പെടുമ്പോൾ സർവാധിപത്യം അവകാശപ്പെടുന്ന, സർവത്തെയും നശിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന മൃഗത്തിൻ്റെ ചിത്രത്തിന് പകരമായി സഹനത്തിലൂടെ വിജയം വരിക്കുന്ന, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ ചിത്രം ജനജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ക്രിസ്തീയ വിശ്വാസി അഭിമുഖീകരിക്കാൻ പോകുന്ന, ക്രിസ്തീയ കുടുംബങ്ങൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ചില അവസ്ഥകളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ ഓരോ വ്യക്തിയും വ്യക്തവും
സുനിശ്ചിതവുമായ നിലപാടെടുക്കണമെന്നുള്ള ആഹ്വാനം നമുക്കിവിടെ കാണാനാവും. ഇപ്രകാരം ഏഷ്യ മൈനറിലെ സഹനങ്ങളുടെയും പീഡകൾക്കും മുൻപിൽ പ്രത്യാശയോടെ ജീവിക്കുന്ന, ഇല്ലെങ്കിൽ പലപ്പോഴും തേങ്ങിപ്പോകുന്ന 7 സഭകൾക്കുള്ള കത്തുകൾക്ക് ശേഷം വളരെ വ്യക്തമായി കുടുംബത്തിൻ്റെ ചില ചിത്രങ്ങൾ, അല്ലെങ്കിൽ കുടുംബ ഭാവനയുടെ ചില പ്രതിഫലനങ്ങൾ, പ്രതിരൂപങ്ങളായി നമുക്കിവിടെ കാണാനാവും. അത് പ്രത്യേകമായി നാം കാണുക 12-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ പ്രകാരം പറയുന്നു, 12-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ, ഭൂമിയിലേക്ക് എറിയപ്പെട്ട സാത്താൻ്റെയും അതോടൊപ്പം പൂർണ്ണഗർഭിണിയായ സ്ത്രീയെ പിന്തുടരുന്ന സാത്താൻ്റെയും ചിത്രം നമുക്കവിടെ കാണാനാവും. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിൻ്റെ വായിൽ നിന്നും രക്ഷപ്പെട്ട തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയത്തിൻ്റെ പകുതിയും അവളവിടെ സംരക്ഷിക്കപ്പെട്ടു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്നും നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായി തുറന്ന് സർപ്പം വായിൽ നിന്നൊഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. നാം ഇവിടെ കാണുന്ന ഈ സ്ത്രീ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സഭയുടെ പ്രതീകമായ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ പ്രതീകമാണ്. ഇവിടെ ഈ സ്ത്രീ ഗർഭിണിയാണ്. ഗർഭിണി എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ പ്രത്യാശയുടെ അടയാളമാണ്. ഒരേ സമയം പ്രത്യാശയും മഹത്വമുള്ളവളായി അവൾ കാണപ്പെടുന്നുവെങ്കിലും അവൾ ബലഹീനയാണ്. ഇപ്രകാരമാണ് പ്രപഞ്ചത്തിലെ സഭയിലെ ഓരോ കുടുംബവും പ്രത്യാശയുടെ പ്രതീകങ്ങളായി നിലകൊള്ളുമ്പോഴും ഈ ഭൂമിയിലെ ഭൗതികതയുടെ അതിപ്രസരത്തിലും ആക്രമണങ്ങളിലും സഭ എപ്പോഴും ദുർബലയായി, ബലഹീനയായി കാണപ്പെടുന്നു എന്ന് നമുക്കറിയാം. ഒരേ സമയം പ്രത്യാശയുടെയും ദൗർബല്യത്തിൻ്റെയും സൂചനയായി സ്ത്രീ സൂചിപ്പിക്കുന്നത് സഭയിലെ, അല്ലെങ്കിൽ ലോകത്തിലെ സഭയുടെ സാന്നിധ്യവും സഭയ്ക്കുള്ളിലെ കുടുംബങ്ങളുടെ സാന്നിധ്യവുമാണ്. ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്താൻ വിശ്വാസികൾക്ക് നൽകുന്ന ശക്തമായൊരു ആഹ്വാനം നമുക്കിവിടെ കാണാം. അപ്രകാരം നാം പറയുമ്പോൾ ഈ ലോകത്തിലെ വ്യക്തിത്വത്തെയും, അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തെയും കുടുംബത്തെയും ആക്രമണോത്സുകതയോടെ നേരിടുന്ന ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥയാണ്. കുടുംബത്തെ ശിഥിലമാക്കുന്ന വ്യക്തമായ ചില ആക്രമണങ്ങളാണ് അന്നും ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകമായി ഗർഭഛിദ്രം, സ്വവർഗരതി, സ്വവർഗ വിവാഹം, ഭോഗാസക്തി തുടങ്ങിയ കുടുംബത്തെ ശിഥിലമാക്കുന്ന ആക്രമണങ്ങളുടെ മൂർച്ച, രീതി കാലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് സൂചന. ഇപ്രകാരം ആക്രമണ വിധേയമാകുന്ന ഓരോ കുടുംബവും, ഓരോ സ്ത്രീയും, കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നിന്ന് അനുഗ്രഹവും കൃപയും സ്വീകരിക്കുമ്പോൾ ഇവിടെ പറയപ്പെടുന്നത് പോലെ ദൈവം അവളെ സഹായിക്കും. ഇവിടെ പറയപ്പെടുന്ന ജലം, നദി തിന്മയുടെ കുത്തൊഴുക്കിൻ്റെ പ്രതീകമാണ്. ആ കുത്തൊഴുക്കിൽപ്പെട്ട് കുടുംബം നശിക്കാതിരിക്കാൻ, സഭ നശിക്കാതിരിക്കുവാൻ ദൈവം തൻ്റെ കൃപയിലൂടെ അതിനെ വറ്റിച്ചു കളയുന്നു എന്ന് നാം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാവും. ഈ സ്ത്രീയെ പോലെ ജാഗ്രത ആവശ്യമാണ്. സഭയിലെ ഓരോ അംഗവും ജാഗ്രതയോടെ ഈ ആക്രമണത്തെ ചെറുക്കുവാൻ പൗലോസ്ലീഹ പറയുന്നത് പോലെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാവും. ഇപ്രകാരം നാം മുന്നോട്ട് നീങ്ങുമ്പോൾ 17-ാം അധ്യായത്തിലെത്തുമ്പോൾ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ കുപ്രസിദ്ധ വേശ്യയും മൃഗവും എന്നുള്ള ഒരു ഭാഗം നാം വായിക്കും. അവിടെ നാം കാണുന്ന വേശ്യയും മൃഗവും നാം മുമ്പ് കണ്ടതുപോലെ തന്നെ സഭയെ ഒന്നടങ്കം ആക്രമിക്കുന്ന ഒരു പ്രതീകമായി നിലകൊള്ളുകയാണ്. കടും ചുമപ്പ് നിറത്തിലുള്ള
വസ്ത്രം ധരിച്ചിരിക്കുന്ന സ്ത്രീയെ ഞാൻ കണ്ടു എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഇവിടെ കുറിക്കുമ്പോൾ, ആ സ്ത്രീ ധൂമ്രവും കടുപ്പും ചേർന്ന് നിറഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതിയായിരുന്ന അവൾ വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻ ചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഇവിടെ ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ രണ്ട് വ്യത്യസ്തങ്ങളായ പ്രതിരൂപങ്ങളെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന വേശ്യയുടെ ചിത്രവും, തുടർന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന മണവാട്ടിയുടെ ചിത്രവും. ഇവ രണ്ടും പരസ്പര വിരുദ്ധങ്ങളാണ്. ഒന്ന് ബാബിലോൺ നഗരത്തിനെ, ജെറമിയ സൂചിപ്പിച്ച ബാബിലോൺ നഗരത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ 7 നഗരങ്ങളുടെ മധ്യേ വസിക്കുന്ന റോമാ സാമ്രാജ്യത്തെ, ടൈബർ നദിയുടെ തീരത്ത് ഇരിക്കുന്ന ബാബിലോൺ നഗരത്തെയും അതുപോലെ റോമാ സാമ്രാജ്യത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ, വിപുലമായ വ്യാപാരങ്ങളും ഭൗതിക സുഖങ്ങളുമുള്ള ഈ ലോകത്തിൻ്റെ ആധിപത്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ ലൗകികമായ അധികാരവും ആധിപത്യവും കൊണ്ട് സഭയെ ഞെരുക്കുന്ന ഈ വേശ്യാസ്ത്രീകൾ, അല്ലെങ്കിൽ വേശ്യയുടെ പ്രതീകമായ ആധിപത്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ ആധിപത്യത്തിൻ്റെ പ്രതീകങ്ങൾ സഭയെ എപ്പോഴും ഞെരുക്കിക്കൊണ്ടുമിരിക്കുമെന്ന് ഇവിടെ നമുക്ക് കാണാം. ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയെ പഴയ നിയമത്തിൻ്റെ താളുകളിലെല്ലാം നാം കണ്ടതുപോലെ വേശ്യാവൃത്തിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ വേഷവിധാനങ്ങൾ സീമാതീതമായ ഭൗതിക സമ്പത്തിൻ്റെയും സുഖലോലുപതയുടെയും അടയാളങ്ങളാണ്. ഇത് നാം ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്രകാരമുള്ള അവസ്ഥകൾ നമുക്കും കാണാനാവും. ആധിപത്യത്തിൻ്റെയും സുഖലോലുപതയുടെയും വസ്ത്രങ്ങൾ അണിഞ്ഞ് നിസ്സാരമായ, ബലഹീനരായ വ്യക്തികളെയും കുടുംബങ്ങളെയും ശിഥിലമാക്കുന്ന ലോകത്തിൻ്റെ വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവിടെ നമുക്ക് കാണാനാവും. ഇവിടെ നമുക്ക് കാണാനാവുന്ന വളരെ വിശിഷ്ടമായ ഒരു കാര്യം, മിശിഹായെ പ്രസവിച്ച സ്ത്രീ തൻ്റെ രക്ഷയ്ക്കായി മരുഭൂമിയിലേക്ക് രക്ഷപ്പെടുന്നത് നാം കാണുന്നുണ്ട്. അപ്രകാരം തന്നെയാണ് ഈ ദർശനം ലഭിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹായും മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നതായി നാം കാണുന്നു. ഇവിടെ മരുഭൂമി അവസ്ഥയിൽ ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ദൈവിക രക്ഷയ്ക്കായി, ദൈവിക സംരക്ഷണത്തിനായി നമുക്ക് കാണാനാവും. ഇവിടെ ഈ സ്ത്രീയുടെ നെറ്റിയിൽ അവളുടെ നാമം എഴുതിയിരുന്നു എന്ന് നമുക്ക് കാണാനാവും. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ റോമിലെ വേശ്യാലയങ്ങളിലുള്ള സ്ത്രീകളുടെ നെറ്റിയിൽ തങ്ങളുടെ പേരെഴുതിയ ഒരു ആഭരണം ധരിക്കുന്ന ഒരു ശൈലി അന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനാവും. ഇപ്രകാരം ദൈവികമായ നന്മയില്ലാതെ ജീവിക്കുന്ന ഓരോ ആക്രമണകാരികളുടെ നെറ്റിയിൽ കാണപ്പെടുന്ന അദൃശ്യമായ ഒരു ആലേഖനമാണ് ഇവിടെ നാം കാണുക. എന്നാൽ ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ആലേഖനം ചെയ്യുന്ന ദൈവസ്നേഹത്തിൻ്റെ, ദൈവനാമത്തിൻ്റെ ആലേഖനത്തിൻ്റെ മുദ്ര വഴി ഓരോ കുടുംബവും സംരക്ഷിക്കപ്പെടുമെന്നുള്ള വലിയ വ്യക്തമായ സൂചനയും വാഗ്ദാനവുമാണ് നമുക്കിവിടെ ലഭിക്കുക. തുടർന്ന് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ 21-ാം അധ്യായത്തിൽ സ്വർഗീയ ജെറുസലേമത്തെ പറ്റിയും പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ഏറ്റവും മനോഹരമായ ഭാഗത്തെയും നാം വായിക്കുന്നു. ഇവിടെ 21-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം ഇപ്രകാരം നാം കാണുന്നു: വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു: ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. ഇവിടെ ഒരു പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് അതിന് ലഭിക്കുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ പീഡനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ആക്രമണങ്ങൾക്കും മധ്യേ നിലനിൽക്കുന്ന, വിശ്വസ്തയായി നിലനിൽക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന മനോഹരമായ
ഒരു കുടുംബ പശ്ചാത്തലമാണ്, ഒരു കുടുംബ ദർശനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. മനുഷ്യരാശിയെല്ലാം ഒരു കുടുംബമായി തീർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏകമനസ്സോടെ ആരാധിക്കുന്ന, കുഞ്ഞാടിനെ ആരാധിക്കുന്ന ഒരു പുതിയ സമൂഹം, ഒരു പുതിയ ഭവനം, ഒരു പുതിയ ദാമ്പത്യം, ഒരു പുതുമയുടെ ഒരു സൂചന, അല്ലെങ്കിൽ പുതുമയുടെ പൂർത്തീകരണം എന്ന് നമുക്കിവിടെ പറയാനാവും. ഇവിടെയെല്ലാം പുതുതാക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. മഹത്വീകരിക്കപ്പെട്ട സഭയുടെ ചിത്രം ഇപ്രകാരം ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെടുന്നത് ഒരു പുതുമണവാട്ടി എന്ന പ്രതിപാദനത്തോടു കൂടിയാണ്. ഇവിടെ നമുക്ക് കാണാനാവുന്ന ഒരു വളരെ വ്യത്യസ്തമായ ചിത്രം, ഈ മണവാട്ടി മലയിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നുള്ളൊരു ചിന്തയാണ്. ഇവിടെ നമുക്ക് കാണാനാവും വേശ്യ മരുഭൂമിയിലേക്ക് അല്ലെങ്കിൽ ആക്രമണോത്സുകരായ ശത്രുക്കൾ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നുവെങ്കിൽ മണവാട്ടി മലയിൽ നിന്നിറങ്ങി വരുന്നു എന്നുള്ള സൂചന നമുക്ക് കാണാനാവും. പർദീസായിൽ ആദ്യ മനുഷ്യനോടൊപ്പം ഉലാത്തുന്ന ദൈവത്തിൻ്റെ ചിത്രം നാം പണ്ടേ കണ്ടതും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തതുമാണ്. ഇപ്രകാരം പുതിയ ജെറുസലേമത്തിൻ്റെ വലിയ വ്യത്യസ്തമായ മഹാവേശ്യ മരുഭൂമി കേന്ദ്രമാക്കുമ്പോൾ മണവാട്ടി മലയെ കേന്ദ്രമാക്കുന്നു എന്ന് നമുക്ക് കാണാം. ഈ മലയാണ് ദൈവാരാധനയുടെ സ്ഥലം. അപ്രകാരം സ്വർഗീയ ജെറുസലേം ആരാധനയുടെ കേന്ദ്രമായി മാറുന്നു, അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ സ്ഥിരം സ്ഥാനമായി മാറുന്നു എന്ന് നമുക്ക് കാണാം. ഇപ്രകാരം വിശ്വസ്തയോടെ നിലനിൽക്കുന്ന ദൈവിക ആരാധനയ്ക്കും ദൈവിക സ്നേഹത്തിനും ദൈവികമായ വിശ്വസ്തതയ്ക്കും ദൈവികമായ കൽപ്പനകൾക്കും വിശ്വസ്തരായി ജീവിക്കുന്നവർ ഒരു പുതിയ ജെറുസലേമിൻ്റെ ഭാഗമായി തീരുന്നു. ഒരു പുതിയ സ്നേഹബന്ധത്തിലേക്ക്, ദാമ്പത്യത്തിലേക്ക്, സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നമുക്ക് കാണാനാവും. ഇപ്രകാരം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം പറഞ്ഞ എല്ലാ കുടുംബങ്ങളുടെയും പൂർത്തീകരണമായി സഭയാകുന്ന മണവാട്ടിയുടെ ഓരോ അംഗങ്ങളും ക്രിസ്തുവിൻ്റെ മണവാട്ടികളായി, ക്രിസ്തുവിൻ്റെ കുടുംബമായി മാറുന്ന മനോഹരമായ ചിത്രത്തോടുകൂടി വെളിപാടിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളിലും സംജാതമാകേണ്ട ദൈവിക സ്നേഹത്തോടുള്ള വിശ്വസ്തതയുടെയും പീഡനങ്ങൾക്കും ക്ലേശങ്ങൾക്കും മുമ്പിൽ വിശ്വസ്തരായി നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന പുതിയ മാനത്തിൻ്റെ ചിത്രം നൽകിക്കൊണ്ടാണ് ഇവിടെ അവസാനിക്കുക. അപ്രകാരം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ തുടങ്ങിയ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇതിൻ്റെ പരിപൂർണതയിൽ ക്രിസ്തുവാകുന്ന മണവാളനോടൊപ്പം സഭയാകുന്ന മണവാട്ടിക്കൊപ്പം നടന്നു നിൽക്കുന്ന അനേകരോട് ചേർന്ന് സ്വർഗീയ ജെറുസലേമത്തെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടന സമൂഹമായി ഓരോ കുടുംബവും മാറണം എന്നുള്ള സൂചന ഇവർക്ക് നൽകപ്പെടുമ്പോൾ, കുടുംബചിത്രങ്ങളിലൂടെ നമുക്ക് നൽകപ്പെടുന്ന രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ആരാധിക്കുന്ന കുടുംബങ്ങൾ, വിശ്വസ്തയോടെ നിൽക്കുന്ന കുടുംബങ്ങൾ ദൈവിക സന്നദ്ധിയിൽ ഒരു സമൂഹമായി, ഒരൊറ്റ കുടുംബമായി, ദൈവപിതാവിൻ്റെ കുടുംബമായി, പുത്രൻ മണവാളനായി ദൈവിക സന്നദ്ധിയിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതാണ്. അപ്രകാരം ഒരു പുതിയ ജെറുസലേം, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും നമ്മുടെ ഓരോ കുടുംബങ്ങളിലും സംജാതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രത്തോളം വിശ്വസ്തരായി ലോകത്തിൻ്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം ഓരോ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.